ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെയും ബി.ജെ.പിയെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ തുടർ അന്വേഷണത്തിന് അനുമതി. ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി തുടർ അന്വേഷണത്തിന് അനുമതി നൽകിയത്. അതേസമയം തിരൂർ സതീഷിന്റെ മൊഴി നാളെ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ബി.ജെ.പി. തൃശൂർ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ് ഇപ്പോൾ തുടരന്വേഷണത്തിനായി പോലീസിന് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷണം നടത്തി 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പിയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു ബി.ജെ.പി. തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത്. ബി.ജെ.പി. ഓഫീസിൽ 6 ചാക്കുകെട്ടുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്നും പണമെത്തിച്ച ധർമ്മരാജൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ 8 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കൊച്ചി DCP കെ. സുദർശന്റെ നേതൃത്വത്തിലുള്ള 8 അംഗ സംഘത്തിൽ നേരത്തെ കേസന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജുവും ഉൾപ്പെടുന്നു. അന്വേഷണ മേൽനോട്ടം തൃശൂർ DIG തോംസൺ ജോസിനാണ്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് DGP തന്നെ ഉത്തരവും പുറത്തിറക്കിയിരുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് അനുമതി തേടി അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. SIT സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതേസമയം താൻ നടത്തിയ സത്യസന്ധമായ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവർത്തിക്കുമെന്നും തെളിവുകൾ കൈമാറുമെന്നും തിരൂർ സതീഷ് പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അങ്ങനെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഇതിൻ്റെ കാര്യങ്ങൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിതിങ്ങനെ പറയാനുള്ള സാഹചര്യം ഇത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ. കാരണം എന്നെ മിണ്ടാണ്ട് ഒരു കാര്യം നോക്കണ്ട അവനവൻ്റെ കാര്യം നോക്കി നിൽക്കുന്ന ഒരാളിനെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുക, ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പറയും. ഇനി പിന്നെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആരായാലും എന്തായാലും ഈ ഒരു കാര്യങ്ങൾ അതിൻ്റെ രീതി ഞാൻ പോലീസിനോട് നാളെ പറയുമ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേരും. ശേഷം തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് രാവിലെ 11 മണിക്ക് സതീഷിന്റെ മൊഴിയും രേഖപ്പെടുത്തും. അന്വേഷണ സംഘം തിരൂർ സതീഷിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. തൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നാളെ തിരൂർ സതീഷ് അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാക്കും. ക്യാമറമാൻ PP സലിമിനൊപ്പം സുനിൽ അരുമാനൂർ.